നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് ഒരു കഥ പറഞ്ഞു തുടങ്ങാം. ജീവിതകാലം മുഴുവൻ മക്കളുടെ സന്തോഷത്തിനായി സ്വന്തം വിയർപ്പൊഴുക്കിയ ഒരു അച്ഛൻ റിട്ടയർമെന്റിന് ശേഷം കയ്യിലെ പണം എല്ലാം തീർന്നപ്പോൾ സ്വന്തം വീട്ടിനുള്ളിൽ തന്നെ ഒരു അന്യനായി മാറേണ്ടി വന്ന അതിൻ്റെ നോവ്. ഒടുവിൽ വിധിയുടെ ക്രൂരമായ പരീക്ഷണങ്ങളിൽപ്പെട്ട് തെരുവിൻ്റെ വരാന്തയിലെത്തിപ്പെടുന്ന അയാൾ അവിടെ വെച്ചുണ്ടാകുന്ന അപ്രതീക്ഷിതമായ സൗഹൃദങ്ങളും ജീവിതത്തിൻ്റെ മാറ്റിമറിക്കലുകളും പറയുന്ന ഹൃദയസ്പർശിയായ ഒരു കഥയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കഥയുടെ പേര്, ഈ കഥ കേട്ട ശേഷം നിങ്ങൾ തന്നെ നിർദ്ദേശിച്ചോളൂ. റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ ഗ്രാറ്റുവിറ്റിയും പ്രൊവിഡന്റ് ഫണ്ടുമെല്ലാം മകന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കായി സന്തോഷത്തോടെയാണ് ആ അച്ഛൻ നൽകിയത്. പക്ഷേ കയ്യിൽ ഇനി കാര്യമായി ഒന്നും ഇല്ലെന്ന തിരിച്ചറിവാണ് മകന്റെ ഭാര്യയിൽ ബോധോദയമുണ്ടാക്കിയത്. ഭർത്താവിന്റെ അച്ഛൻ അവർക്കൊരു ഉപയോഗിച്ച കറിവേപ്പില അതുപോലെയായി. അങ്ങനെ വേസ്റ്റ് പുറത്തു കളയാൻ വേണ്ടി അവൾ ഓരോ കുത്തുവാക്കുകൾ പാകം ചെയ്തെടുത്തു അവളുടെ മനസ്സിന്റെ ഉള്ളിൽ. ആദ്യമൊക്കെ ഒരു ഫലിതം പോലെ തോന്നിയെങ്കിലും പിന്നീട് അത് അയാളുടെ നെഞ്ചിലിരുന്ന് കത്തിക്കാളാൻ തുടങ്ങി. ഭക്ഷണത്തോടൊപ്പം അവൾ അത് നിരന്തരം വിളമ്പി. ഒടുവിൽ സ്വന്തം മകന്റെ മുമ്പിൽ വെച്ചും അവളത് വിളമ്പി. അപമാനങ്ങൾ ആവർത്തിച്ചപ്പോൾ ആ അച്ഛൻ തിരിച്ചറിഞ്ഞു, തൻ്റെ മകൻ അന്ധനും ബധിരനും ആയി മാറിയിരിക്കുന്നുവെന്ന്. വീട്ടിൽ താൻ ഒറ്റപ്പെടുകയാണെന്ന ബോധ്യം അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. മരുമകളുടെ മാനസിക പീഡനം സഹിക്കവയ്യാതെ ഒടുവിൽ അയാൾ വീട് വിട്ടിറങ്ങി. മാസം തോറും കിട്ടുന്ന തുച്ഛമായ പെൻഷന്റെ ബാങ്ക് പാസ്ബുക്കോ ഉടുതുണിക്കോ മറുതുണിയോ പോലും എടുക്കാൻ മറന്ന അയാൾ അവിടെ നിന്ന് ഒളിച്ചോടിയത്. ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു പുരുഷായുസിന്റെ സിംഹഭാഗവും അധ്വാനിച്ച് പടുത്തുയർത്തിയ ആ വീടിനെ അയാൾ അവസാനമായി ഒന്ന് തിരിഞ്ഞു നോക്കി. കണ്ടു, പണിയുടെ ഓരോ ഘട്ടത്തിലും വീണ വിയർപ്പ് തുള്ളികൾ. ഇനി ആ വീട് തനിക്കുള്ളതല്ല. മദ്യത്തിന്റെ രുചിൽ പോലും അറിയാതെ മകന് നല്ല വിദ്യാഭ്യാസം അടക്കം എല്ലാം ഒരുക്കി കൊടുത്ത് ഒരു നല്ല തൊഴിലാളി എന്ന പേര് നേടിയെടുത്ത ആളാണ് അയാൾ. പക്ഷേ വരുമാനം നിലച്ചപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കണ്ണുനീർ തുള്ളികൾ പുറം കൈകൊണ്ട് തുടച്ചുകൊണ്ട് അയാൾ നടന്നു. വൻകരയെ ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന വലിയ പാലത്തിലൂടെ നടക്കുമ്പോൾ അയാൾ താഴെ വെള്ളത്തിലേക്ക് നോക്കി നിന്നു കുറച്ചു നേരം. അഴിമുഖമാകെ വെള്ളി വിരിച്ചു കിടക്കുന്ന കടലലകൾ, കാലം വരുത്തിയ മാറ്റങ്ങൾ. പണ്ട് ഭാര്യ ശ്രീദേവിക്കൊപ്പം അവിടെ വന്നിരുന്ന ഓർമ്മകൾ അയാളുടെ മനസ്സിലേക്ക് ഇരച്ചെത്തി. പാവം ഭാര്യ അവശേഷിപ്പിച്ച പോയ ശൂന്യത മാറ്റാൻ പലവട്ടം അഴിമുഖത്തെ അസ്തമയം കാണാൻ അയാൾ ഇവിടെ വന്ന് ഇങ്ങനെ നിന്നിട്ടുണ്ട്. പാലം വിജനമാണ്, ആത്മഹത്യ ചെയ്യാൻ പറ്റിയ ഇടം. എന്നാൽ ജീവിതം അവസാനിപ്പിക്കാൻ അയാൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ അയാൾ പാലവും കടന്ന് മുന്നോട്ട് നടന്നു. പതുക്കെ നടന്നു നീങ്ങി തെരുവിന്റെ വരാന്തയിലേക്ക്. ഗ്രാമം അപ്പാടെ മാറിപ്പോയിരിക്കുന്നു. പരിചയമുള്ള മുഖങ്ങൾ ഒന്നുമില്ല. കാലിയായ വയറും പേറി നടന്ന് ഒടുവിൽ ചുട്ടുപൊള്ളുന്ന ടാർ റോഡിൽ അയാൾ തളർന്നു വീണു. ഗ്രാമത്തിന്റെ നന്മ വിട്ടുമാറിയിട്ടില്ലാത്ത കുറച്ചു പേർ ചേർന്ന് അദ്ദേഹത്തെ താങ്ങിയെടുത്ത് കോവിഡ് കാലത്ത് പ്രവർത്തനം നിന്നുപോയ ഒരു കടയുടെ വരാന്തയിലേക്ക് കിടത്തി. ആ വരാന്തയിൽ ഇതിനകം 2 പേരുണ്ടായിരുന്നുവോ?
തെക്കേ അറ്റത്തെ അന്തേവാസിയായ ഭ്രാന്തിയായ കൊല്ലത്തിയും വടക്കു ഭാഗത്ത് പേരില്ലാത്ത ഒരു കുഷ്ഠരോഗിയും ഉണ്ട്. ദാഹം കൊണ്ട് വലഞ്ഞ അയാൾക്ക് കൊല്ലത്തി തങ്ങളുടെ പക്കലുണ്ടായിരുന്ന വെള്ളം നീട്ടി നൽകി. മുഖത്തൽപ്പം വെള്ളവും തളിച്ചു. തളർന്ന അയാൾ എഴുന്നേറ്റ് നിന്നപ്പോൾ കൊല്ലത്തി പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി. മനോഹരേട്ടാ, അയ്യോ ഇതെന്താ പറ്റിയേ? എന്റെ പൊന്നു ചേട്ടാ, ഇതെന്താ പറ്റിയേ നിങ്ങൾക്ക്? അതുവരെ ഭ്രാന്തിയായി നടന്നിരുന്ന അവൾ ആ വൃദ്ധനെ കണ്ട് സ്നേഹം തുളുമ്പി നിൽക്കുന്നത് കണ്ട് നാട്ടുകാർ അമ്പരന്നു. പാവം പിടിച്ച ഈ ഭ്രാന്തിയെ പിഴപ്പിച്ചവനെ തേടി നടക്കുകയായിരുന്നു ഞങ്ങൾ എന്ന് അവരുടെ ഭാഗത്തുനിന്ന് ആരോ കമന്റ് അടിച്ചു. ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് കയ്യിലൊരു കത്തിയുമായി കൊല്ലത്തി അവരുടെ നേരെ തിരിഞ്ഞതോടെ ജനങ്ങളെല്ലാം ഭയന്ന് പിന്തിരിഞ്ഞു പോയി. അങ്ങനെ കടത്തിണയിൽ അയാളും കൊല്ലത്തിയും ആ കുഷ്ഠരോഗിയും മാത്രമായി. വേറെ ആരെ വരാനാണ് അവിടേക്ക്? പുതിയൊരു കുടുംബവും കൊല്ലത്തിയുടെ ഭ്രാന്തും സ്നേഹവും നിറഞ്ഞ ആ ലോകം. അതാണ്. അവൾ ഏതോ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടിയ ഭക്ഷണപ്പൊതി അയാൾക്ക് പകുത്ത് നൽകി. പതുക്കെ പതുക്കെ ദിവസങ്ങൾ കടന്നുപോയി. ആ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അതൊരു ആനന്ദകരമായ ബന്ധമായി മാറി. അയാൾ അവളെ കനാലിൽ കൊണ്ടുപോയി നന്നായി കുളിപ്പിച്ചു. വസ്ത്രങ്ങൾ അലക്കി കൊടുത്തു. അലക്കി ഉണക്കിയ തൻ്റെ ഷർട്ട് അവളെ ധരിപ്പിച്ചു. കുഷ്ഠരോഗിയുടെ കണ്ണിലും അയാളുടെ സ്നേഹം നിഴലിക്കാൻ തുടങ്ങി. അയാളോടുള്ള സ്നേഹവും കൂടി തുടങ്ങി. പ്രസവത്തോടെടുക്കുന്ന ആ പെണ്ണിന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിൽ ആ റിട്ടയർമെന്റ് മനോഹരൻ, അതായത് കൊല്ലത്തിയുടെ മനോഹരൻ, ആ റിട്ടയർമെന്റ് ജീവനക്കാരൻ വലിയ സന്തോഷം കണ്ടെത്തി. ഒരു ദിവസം രാത്രി നിറഭാരമായി കിടക്കുന്ന അവൾ മനോഹരേട്ടനോട് ഒരു ആഗ്രഹം പറഞ്ഞു. നമ്മുടെ രാജകുമാരന് ഒരു ബിരിയാണി തരണം. മനോഹരേട്ടൻ പോയി നോക്കിക്കേ, കിട്ടും. അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കയ്യിലെ പഴകിയ പേഴ്സിലെ ചില്ലറയുമായി അയാൾ രാത്രിയിൽ കടകൾ തേടിയിറങ്ങി. വാക്ക് പാലിച്ചേ പറ്റൂ. അവസാനത്തെ യാത്രയും വാക്കും എന്താണെന്ന് നോക്കാം. അതേസമയം വീട്ടിൽ അച്ഛനെ മറന്നു തുടങ്ങിയ മകനും മരുമകളും സുഖമായി ഉറങ്ങുകയാകുമോ? ആ ഓർമ്മ വന്നപ്പോൾ അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കുഷ്ഠരോഗിയിൽ നിന്ന് കടം വാങ്ങിയ പൈസയുമായി അയാൾ സ്വന്തം വീട്ടിൽ ചെന്നിരുന്നു. ബാങ്ക് പാസ്ബുക്കും ഡ്രസ്സും എടുത്തു. മരുമകളോട് അയാൾ മുഖത്ത് നോക്കി പറഞ്ഞു, ഇത് ഞാൻ ഉണ്ടാക്കിയ വീടാണ്. ഈ വീടും പറമ്പും പിള്ളേരുടെ പേരിൽ ഇഷ്ടദാനം എഴുതി കൊടുക്കാൻ വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കടത്തിണ്ണയിൽ തന്നെ ഉണ്ടാവും. ഒപ്പിട്ട് തരാൻ വിളിച്ചാൽ ഞാൻ വരാം. ആ തിരിഞ്ഞു നടപ്പിൽ അയാൾക്ക് വലിയൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. ഓർമ്മകളിൽ നിന്ന് ഞെട്ടി ഉണർന്ന അയാൾ കടയിൽ നിന്ന് ആവി പറക്കുന്ന ബിരിയാണി വാങ്ങി തിരികെ നടന്നു. എന്നാൽ വരാന്തയിലേക്ക് അടുക്കുമ്പോൾ ദൂരെ നിന്നൊരു കാഴ്ച അയാളെ ഞെട്ടിച്ചു. പുറകുവശത്ത് നിന്ന് പാഞ്ഞു വന്ന ഒരു ടാങ്കർ ലോറി റോഡിലേക്ക് ഇറങ്ങിയ ആ കൊല്ലത്തിയെ അവളെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഒരു നിലവിളിയോടെ അയാൾ ഓടിയെത്തി. ചോരയിൽ കുളിച്ച അവളുടെ തല അയാൾ തൻ്റെ മടിയിൽ എടുത്തു വെച്ചു. ആ വേദനയിലും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മനോഹരേട്ടാ, ബിരിയാണി കിട്ടിയോ? വായിൽ വെച്ചതാ. കരഞ്ഞുകൊണ്ട് അയാൾ തലയാട്ടി. നീർന്ന നെഞ്ചോടെ ബിരിയാണി പൊതി തുറന്ന് അവൻ്റെ കണ്ണീർ ചേർത്ത് ഉരുട്ടിയ ആ ഒരു ഉരുള അവളുടെ ചലനമറ്റ വായിലേക്ക് വെച്ചു കൊടുത്തു. സ്വന്തം വീടുകളിൽ സ്നേഹവും പരിഗണനയും കിട്ടാതെ തെരുവിൻ്റെ വാരാന്തകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന എത്രയോ
മനുഷ്യരുണ്ട്. എന്നാൽ ചില അപ്രതീക്ഷിത ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ചോര ബന്ധങ്ങളെക്കാൾ വലുതാണ്. ചിലപ്പോൾ സ്നേഹമെന്ന തിരിച്ചറിവാണ് ഈ കഥ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹൃദയസ്പർശിയായ കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ഇനിയും നമുക്ക് കാണാം. അപ്പോൾ ഇനിയൊരു അടുത്ത നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.